all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. മിസ്സിനെ കാണാഞ്ഞിട്ട് ക്ലാസ്സില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നോ? മാം ലേറ്റ് ആയപ്പോ വിചാരിച്ചിരുന്നു എല്ലാം. ലേറ്റ് ആയതല്ല, വേറൊരു ക്ലാസ് ഉണ്ടായി. ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഉടനെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട്. അതിന്റെ ഒരു ഗ്യാപ്പ്. ഓക്കെ, ഓൾറെഡി ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ചേർന്നേയുള്ളൂ. അപ്പൊ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് വരാനൊരു ഇച്ചിരി ഗ്യാപ്പ് ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്ററുകളൊക്കെ എടുത്തു കംപ്ലീറ്റ് ആയെന്നൊക്കെ പറഞ്ഞതാണ്. കുഴപ്പമില്ല, നമുക്ക് ഷെറീന മാം നിർത്തിയിരിക്കുന്ന അടുത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഷെറീന മാമിനെ എടുക്കാനുള്ള ബാക്കി പോർഷൻസ് ഞാൻ തന്നെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ടൈം ആയി, നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ മാക്സിമം നാളെ ടീച്ചർ തന്നെയായിരിക്കും, നാളെ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് 1.5 മണിക്കൂറുള്ള കണ്ടിന്യൂഷൻ എടുത്തിട്ട് മാക്സിമം നമുക്ക് തീർക്കാവുന്നത്ര നമുക്ക് മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നിങ്ങൾ പഠിച്ചത്. ഓൾറെഡി എന്താണ് ഡിസാസ്റ്ററും അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ടീച്ചർ എടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണല്ലോ. ഇനി ടേബിൾ ആണ് നമ്മൾ ഇനി നോക്കാനുള്ളത്. ഓക്കെ, ഈ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം ഈ ഡിസാസ്റ്റർ ദുരന്ത നിവാരണ സമയത്ത് ഓരോരോ കളർ കോഡുകൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ, ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ്, ഓരോ കോഡുകളും ഓരോ കളർ കോഡുകൾ. ഇപ്പൊ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചപ്പോ കളർ കോഡുകൾ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓരോ കളർ കോഡുകൾ, ഓരോ വേസ്റ്റുകളും ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡുകളിൽ നിക്ഷേപിക്കുക അല്ലെ? കളർ കണ്ടെയ്നറുകൾ ഡിഫറെന്റ്, അത് ഓരോന്നും ഡിഫറെന്റ് സെക്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ? പഠിച്ചില്ലേ? പഠിച്ചോ? നിങ്ങളല്ലേ പഠിച്ചത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അതായത് ഡിസാസ്റ്ററിന്റെ ആ ഒരു ടൈമില് ഓരോ കളർ കോഡും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ദെൻ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, അങ്ങനെയാണ് ഈ 4 കോളംസിലായിട്ട് പറയുന്നത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കളർ കോഡും എന്തിനെ സൂചിപ്പിക്കുന്നു, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടൈമില് അവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രൊസീജിയേഴ്സ്. ഓക്കെ, നമ്മളപ്പോ അത് മനസ്സിലാക്കിയിരിക്കുക. ഓരോ കളർ കോഡുകൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ചെറിയൊരു നോട്ട് പോലെ, നമുക്ക് ചെറിയ നോട്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറില്ലേ, അതുപോലെ ചെറിയൊരു നോട്ട് നമുക്ക് തന്നെ ഒന്ന് സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കളർ കോഡുകളാണ് പറയുന്നത്. ക്ലിയർ ആണോ? വോയിസ് എന്തെങ്കിലും ഡിസ്റ്റർബ്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, വേറെ ഡിസ്റ്റർബ്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ദെൻ അപ്പോ ഫസ്റ്റ് നമുക്ക് നോക്കാം കോഡ് റെഡ്. റെഡ് കളർ എന്തിനായിരിക്കും റെഡ് ഡിനോട്ട് ചെയ്യുന്നത്? നോർമലി നമ്മൾ പറയാറുണ്ട് റെഡ് കളർ, നമ്മൾ റെഡ് കളറിലെ സിംബൽസും സൈൻസും കാണുന്നത് എന്തിന്റെയാണ്? എന്തിന്റെയാണ് റെഡ് കാണുന്നത്? വെറുതെ ടെസ്റ്റ് അടിച്ചുവിടെ ഒന്ന് ചുമ്മാ നോക്കാം. ഫയർ, smoke or other odor or something burning indicate code red, team alert. Fire manual info 5000 അല്ലേ? അപ്പോ മെയിൻ ആയിട്ട് ഫയർ അല്ലെങ്കിൽ സ്മോക്ക് അല്ലെങ്കിൽ ബേണിംഗ്, എന്തെങ്കിലും കത്തുന്നതോ അല്ലെങ്കിൽ തീപിടുത്തം അല്ലെങ്കിൽ സ്മോക്ക്, ഇതിനെയൊക്കെയാണ് നമ്മൾ കോഡ് റെഡ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫയർ, സ്മോക്ക് ഓർ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ് മീൻസ് എന്തെങ്കിലും കത്തുന്ന മണമോ അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ തീ, ഇതിനെയൊക്കെയാണ് നമ്മൾ കോഡ് റെഡ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് നോക്കാം. നോട്ടിഫൈ ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെ? ടെലിഫോൺ ഓപ്പറേറ്റർ വിവരം അറിയിക്കുക. ഫോളോ ദ റേസ്. എന്താണ് റേസ് പ്രോട്ടോകോൾ? റേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? റിമൂവ് അലാറം എന്ന് എഴുതി വെക്കാം കേട്ടോ. സൈഡിൽ ഒന്ന് എഴുതി വെക്കാമോ? റേസിന്റെ ഫുൾ ഫോം ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ സിമ്പിൾ ആക്കി എഴുതാം. ഓക്കെ, റേസ്. റിമൂവ് alarm, ALARM. remove alarm
confine, CONFINE, and extinguish. ഓക്കെ, നോക്കാം. റൈസ് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ആണ് നമ്മൾ ഇങ്ങനെ ഒരു തീപിടുത്തോ അങ്ങനെയുള്ള ഒരു ടൈമിൽ ചെയ്യേണ്ടത്. എന്താണെന്ന് നോക്കാം കേട്ടോ. റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റെസ്ക്യൂ അല്ലെ, ഉടനടി അല്ലെ, റെസ്ക്യൂ, റിമൂവ് ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഉടനടി എന്ത് ചെയ്യുക? ആളുകളെ നീക്കം ചെയ്യുക, റിമൂവ് ചെയ്യുക. Then A, activate a fire alarm. ഒരു ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യാന്ന്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോ കൂടുതലായിട്ട് നമുക്കറിയാലോ, ഇപ്പോ ഈ മോഷ്ടാക്കളെ കള്ളന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടി അലാറംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ മിക്ക വീടുകളിലും അങ്ങനെയുള്ള അലാറംസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? ഉണ്ടോ? അതായത് നമ്മള് സെൻസർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോ തന്നെ അലാം അടിച്ചുകൊണ്ടിരിക്കും അല്ലെ? കള്ളന്മാരൊക്കെ വരുമ്പോഴേക്ക് അറിയാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇല്ലേ? ഉണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? വീട്ടിലില്ലെങ്കിലോ? ഇല്ല അല്ലെ? ഇങ്ങനെ അലാം സിസ്റ്റംസ് അല്ലെ? അപ്പോ ഇങ്ങനെ ഒരു ഫയർ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിന്റെ അലാം സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാന്ന്. ഇങ്ങനെ അലാറം അടിച്ചിരിക്കുന്നുള്ളൊരു ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നുള്ളൊരു അലാം സിസ്റ്റം, ഒരു ബീപ്പ് സൗണ്ടോ അങ്ങനെയുള്ള ഒരു അലാം സിസ്റ്റം കൊണ്ടുവരിക. അതാണ് എ, ആക്ടിവേറ്റ് ചെയ്യുക. സി എന്ന് ഉദ്ദേശിക്കുന്നത് കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ് അല്ലെ? അതായത് മീൻസ് തീയും പുകയൊക്കെ വരുമ്പോൾ വാതിലുകളൊക്കെ ക്ലോസ് ചെയ്യാന്ന്. അകത്തേക്കൊന്നും തീയൊന്നും പ്രവേശിക്കാതിരിക്കാൻ ക്ലോസ് ചെയ്യുക. ഈ പറയുന്നത് എക്സ്റ്റിങ്ക്യൂഷ് ഫയർ ഇഫ് പോസിബിൾ. പറ്റുമെങ്കിൽ ആ തീ അണയ്ക്കാൻ ശ്രമിക്കുക. അതായത് ചെറിയൊരു തീയൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓസടിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കെടുത്താൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? തീ കെടുത്താൻ ശ്രമിക്കുക. Then alert others by shouting code red. റെഡ് കോഡ് റെഡ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാന്ന്. അതായത് മറ്റുള്ളവരോട് കോഡ് റെഡ് ആണെന്ന് പറയുക. കോഡ് റെഡ് എന്ന് വെച്ചാൽ എന്താ? തീപിടുത്തം സംഭവിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരെയും കൂടി നമ്മൾ അലർട്ട് ചെയ്ത് പറയുക. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കാം. In other area or area away from alarm location, close all doors and windows even if you are not located in the alarm area. Watch for signs of fire and smoke. Do not use elevators. Report to the assigned work area and wait for instructions. ഞാനത് വായിച്ചിട്ട് അതിന്റെ സിമ്പിൾ ആക്കി പറയാം കേട്ടോ. ഇത് ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മള് ഫയർ മീൻസ് തീ വരുന്ന ഒരു സംഭവത്തിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു റെയിൽസ് എന്നുള്ള ഒരു പ്രോട്ടോകോൾ പാലിക്കുക. റെയിൽസ് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് റിമൂവ് ചെയ്യിപ്പിക്കുക. ദെൻ ആക്ടിവേറ്റ്, അലാറം ആക്ടിവേറ്റ് ചെയ്യുക. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫേം ചെയ്യുക. മീൻസ് നമുക്ക് അവിടെ നിന്ന് വാതിലുകളൊക്കെ അടച്ച് ക്ലോസ് ചെയ്യുക. ദെൻ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. പറ്റുമെങ്കിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇനി എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? ഇൻ അതർ ഏരിയ അല്ലെ? ഇൻ അതർ ഏരിയ അവേ ഫ്രം അലാം ലൊക്കേഷൻ. ആ ഏരിയ എല്ലാം ക്ലോസ് ചെയ്യുക. അതായത് മറ്റു ഏരിയകൾ, ഇപ്പൊ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ഏരിയയിലോട്ട് തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വാതിലുകളും അല്ലെങ്കിൽ ജനലുകളും മറ്റും എല്ലാം എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്ത് വെക്കുക. ദെൻ ഡു നോട്ട് യൂസ് ഇലവേറ്റേഴ്സ്. മീൻസ് ഇലവേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എലവേറ്റേഴ്സ് എന്ന് വെച്ചാൽ ലിഫ്റ്റുകൾ അല്ലെ? ഡു നോട്ട് യൂസ്. ലിഫ്റ്റിൽ പോകാതിരിക്കുക പരമാവധി. കാരണം ഇത് ലിഫ്റ്റിൽ കയറി പോകുന്ന വഴി ചിലപ്പോൾ തീ പടരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതിന്റെ ഉള്ളിൽ വെച്ച് തീപിടുത്തം സംഭവിക്കാം. സോ അതുകൊണ്ട് ലിഫ്റ്റ് ഒട്ടും തന്നെ ആ ഒരു ടൈമില് യൂസ് ചെയ്യാണ്ടിരിക്കുക. ദെൻ sign of fire and smoke. ലിഫ്റ്റുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ്. വർക്ക് ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യുക. അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു അവിടെ തീപിടുത്തം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. അതായത് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അല്ലാതെ തോന്നിയവട്ടം ഒറ്റയ്ക്ക് ഓടിപ്പോയി രക്ഷപ്പെടുക എന്നുള്ളതല്ല. ഇപ്പൊ ചിലപ്പോൾ അത് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പൊ നമ്മൾ ലിഫ്റ്റിലൊക്കെ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ തീ അതിലേക്ക് പെട്ടെന്ന് ആളിക്കത്താനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? അതിനാൽ എന്ത് ചെയ്യുക? അവര് പറയുന്ന നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി കാത്തിരിക്കുക. അത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക? പെരുമാറുക. Then next സെക്ഷനിൽ പറയുന്നത് when using extinguisher to put out the fire, remember pass. ഇത് ഓരോ പാസ്, റേസ് ഇതൊക്കെ പറയുന്നത് ഓരോ കാര്യങ്ങൾ ഷോർട്ട് ആക്കി പറയുന്നതാണ്. ഇപ്പൊ റേസ് മനസ്സിലായില്ലേ? റെസ്ക്യൂ ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക, അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
അപ്പൊ റിമെമ്പർ പാസ്, പാസ് ഓർക്കാന്ന്. പാസ് എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ എയിം നോക്കാം. അതായത് എക്സ്റ്റിങ്ക്യൂഷനുകൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ തീപിടുത്തം ശ്രമിക്കുക മീൻസ് അത് കെടുത്താനായിട്ട് ശ്രമിക്കുകയെ, അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പാസ് എന്നുള്ളത്. നോക്കാം. പുൾ ദ എയിം, ദ നോസിൽ, സ്ക്യൂസ് ആൻഡ് ദ ഹാൻഡിൽ, സ്വീപ്പ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ. അതായത് എക്സ്റ്റിങ്ക്യൂഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. എക്സ്റ്റിങ്ക്യൂഷൻ എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലുകളിലും മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോ മീൻസ് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടാകും ഇല്ലേ? ഒരു റെഡ് കളറിലെ അതിനു വേണ്ടി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു റൂം പോലെയൊക്കെ ഉണ്ടാകും എക്സ്റ്റിങ്ക്യൂഷർ. കണ്ടിട്ടുണ്ടോ എല്ലാവരും? തീപിടുത്തുണ്ടാകുമ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഈ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഈ എക്സ്റ്റിങ്ക്യൂഷർ കൃത്യമായിട്ടും അത് ഹാൻഡിൽ ചെയ്യാമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പുൾ അല്ലെ, പുൾ ചെയ്യുക, തന്നെ എന്ത് ചെയ്യുക? അത് പുൾ മീൻസ് അത് വലിക്കുക. എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഉപയോഗമാണ് പറയുന്നത്. ദെൻ സ്ക്യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പോയിന്റ് ഉണ്ട്, അതിൽ സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ദെൻ സ്ക്യൂസ് ദ ഹാൻഡിൽ പ്രസ് ചെയ്യുക മീൻസ് ഞെക്കുക, തിരിക്കുക. Then sweep in side to side motion. സ്വീപ്പ് ചെയ്യുക, അത് സൈഡ് ടു സൈഡിലോട്ട് വലിക്കുക. അത് ഓപ്പൺ ചെയ്യേണ്ട ഒരു രീതിയാണ് അവിടെ പറയുന്നത്. അതായത് എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കാൻ തീപിടുത്തം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബാക്കി ഏരിയകളെല്ലാം ക്ലോസ് ചെയ്ത് ഡോറും വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്ത് ദെൻ എക്സ്റ്റിങ്ക്യൂഷർ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അത്രയുമാണ് നമ്മൾ കോഡ് റെഡിൽ പറയുന്നത്. ക്ലിയർ ആണോ? എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് ആ കളർ കോഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, ദെൻ അതിനുള്ളിൽ വരുന്ന ചെറിയ ചെറിയ ഫുൾ ഫോമുകളും ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോ കോഡ് റെഡ് ക്ലിയർ ആണോ? എന്താണ് കോഡ് റെഡ് ഉദ്ദേശിക്കുന്നത്? ഫയർ ആണ് അല്ലെ? തീപിടുത്തം വരുന്ന ഒരു കേസാണ് അവിടെ വരുന്നത്. ഫയർ, സ്മോക്ക് അല്ലെങ്കിൽ സംതിങ് ബേണിംഗ്, എന്തെങ്കിലും കത്തുക, അതൊക്കെയാണ് റെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കളർ കോഡ് പറയുകയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മതിയല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. മെയിൻ ആയിട്ട് കമ്പൽസറി ആയിട്ട് കളർ കോഡ് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് കോഡ് പിങ്ക്. പിങ്ക് കളർ എപ്പോഴും പിങ്ക് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും? നിങ്ങൾ പിക്ചർ ഇതിനകത്ത് PDF നോക്കാതെ തന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. പിങ്ക് കളർ നമ്മൾ എപ്പോഴും പിങ്ക്, ബേബി പിങ്ക് എന്നല്ലേ പറയാറ്? ആ ഒരു കളറിനെ തന്നെ ആണോ ബേബി പിങ്ക് അല്ലെ? അപ്പോ പിങ്ക് കളർ എന്ന് പറയുമ്പോൾ ബേബീസ്, കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ? കോഡ് പിങ്ക് ഈസ് activated when an infant child is confirmed missing from in the NICU, labor room, ward or from the pediatric floor. അല്ലെ? അതായത് കോഡ് കളർ പിങ്ക് അല്ലെങ്കിൽ കോഡ് പിങ്ക് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഇൻഫന്റിനെയോ അല്ലെങ്കിൽ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ചൈൽഡ് കുട്ടികളെയോ എന്ത് ചെയ്യുന്നു? NICയിൽ നിന്ന് മിസ്സാവുന്നത്, അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്ന്, വാർഡിൽ നിന്നും, അതർ പീഡിയാട്രിക് ഫ്ലോർ മീൻസ് കുട്ടികളുടെ ആ ഒരു ഫ്ലോറിൽ നിന്നും കുഞ്ഞുങ്ങളെ മിസ്സിംഗ് ആവുന്നതിനെയാണ് നമ്മൾ കളർ പിങ്ക് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിങ്ക് എന്ന് പറയുമ്പോൾ ബേബി പിങ്ക് ഓർക്കാം. ഓക്കെ, ഒരു കോഡായിട്ട് ഇരുന്നോട്ടെ അല്ലെ? ബേബി പിങ്ക് എന്നല്ലേ നമ്മൾ പറയാറ് ആ ഒരു കളറിനെ. അപ്പോ പിങ്ക് കളർ ഡിനോട്ട് ചെയ്യുന്നത് കുഞ്ഞിനെ മിസ്സാവുന്നതാണ് കേട്ടോ. ഇൻഫന്റ് ചൈൽഡ് മിസ്സിങ്, എവിടെ നിന്നൊക്കെ? NICU ന്നും ലേബർ റൂമിൽ നിന്നും മറ്റും മിസ്സാകുന്നത്. ദെൻ ഇനി അവിടെ മിസ്സാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ജസ്റ്റ് ഞാൻ വായിക്കാം, എന്നിട്ട് എന്താണോ അതിന്റെ കൺസെപ്റ്റ് പറയാം കേട്ടോ. നോക്കാം. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, നോട്ടിഫൈ ദ സെക്യൂരിറ്റി സൂപ്പർവൈസർ. ശിശുവിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ളത് സുരക്ഷാ സൂപ്പർവൈസറെ അറിയിക്കുക. അദ്ദേഹത്തിന് വിളിക്കാനായിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ എന്ന് പറഞ്ഞാൽ 17445. സോ അതിലേക്ക് വിളിച്ച് അറിയിക്കുക, എന്റെ ആളിവിടെ കുഞ്ഞിനെ മിസ്സായിട്ടുണ്ട്, ലേബർ റൂമിൽ നിന്നോ NICയിൽ നിന്നോ ഇവിടെ ഇന്ന ഏരിയയിൽ നിന്നും ഒരു കുഞ്ഞിനെ നമുക്ക് മിസ്സായിട്ടുണ്ടെന്ന് അറിയിക്കുക. ഇമീഡിയറ്റ് ആയിട്ട് തന്നെ അത് അറിയിക്കുക. സെക്യൂർ ദ ഇമീഡിയറ്റ് ഏരിയ ഇഫ് പോസിബിൾ, അലൗ no one to enter or exit until the arrival of security staff. Check stairways, lounges, waiting rooms and restrooms. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സെക്യൂരിറ്റി സൂപ്പർവൈസറെ വിവരം അറിയിക്കുക. ദെൻ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ത് ചെയ്യണം? ആ ഏരിയയിൽ നിന്ന്, ഇപ്പൊ NICയിൽ നിന്നാണോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും
ആരെയും അകത്തോട്ട് വരാനോ അല്ലെങ്കിൽ അകത്തുള്ളവരെ പുറത്തേക്ക് വിടാനോ പാടില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ സിനിമയിലും മറ്റും കണ്ടിട്ടില്ലേ, എന്തെങ്കിലും മോഷണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളിലുള്ള ആളുകൾ അവിടെ തന്നെ നിർത്തും, ആരെയും പുറത്തേക്ക് വിടാനായിട്ട് അനുവദിക്കില്ല. അതുപോലെ പുതിയ വ്യക്തികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനും സാധിക്കില്ല. കാരണം ആരാണ് കുഞ്ഞിനെ എടുത്തേക്കണേന്ന് അറിയണമല്ലോ. അപ്പൊ ഓൾറെഡി അതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളവരായിരിക്കാം. സോ ഉള്ളിലുള്ളവരെ പുറത്തേക്ക് വിടില്ല. സെക്യൂരിറ്റി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ചെക്ക് സ്റ്റെയർവേസ്, മീൻസ് സ്റ്റെയർവേയും മറ്റും നമ്മൾ ആ ഒരു പടികളൊക്കെ സ്റ്റെയറുകളുടെ അവിടെയൊക്കെ പരിശോധിക്കുക. അതുപോലെ തന്നെ ലോങ്ങേജസ്, ആ വെയിറ്റിംഗ് ഏരിയകളും മറ്റും ഏരിയകളിലും കുഞ്ഞിനെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് മറ്റും പരിശോധിക്കുക. Then question anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. അല്ലെ, നോർമലി നമ്മൾ എന്തെങ്കിലും കാണാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആളുകൾ വലിയ ബാഗായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് മീൻസ് ലാർജ് ഡഫൽസ് ഉദ്ദേശിക്കുന്നത് വലിയ ബാഗൊക്കെ ആയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ഈ ബാഗിലൊക്കെ കുഞ്ഞിനൊക്കെ കടത്തി കൊണ്ടുപോവുകയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. Then trying to conceal an object under their clothing. Concealment ഒളിപ്പിക്കുക അല്ലെ, ഏതെങ്കിലും വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു പോകുന്ന നമുക്കൊരു സംശയാസ്പദമായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അവര് ചോദ്യം ചെയ്യാന്ന്, ക്വസ്റ്റ്യൻ ചെയ്യാം, അവരൊന്ന് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. Then in the event that someone is observed that fits into above category, call security and do not lose sight of the person. അല്ലെ, ഇനി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, സെക്യൂരിറ്റിയെ വിവരം അറിയിക്കുക. ഇങ്ങനെ വലിയ ബാഗായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു പോകുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അയാൾ അവിടെ പുറത്തേക്ക് വിടരുതും, അയാൾ തടഞ്ഞു നിർത്തി സെക്യൂരിറ്റിയെ വിളിച്ച് ചെക്കിങ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത കാര്യങ്ങൾ പറയുന്നത്, ഇതിപ്പോ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഉടനടി എന്തൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്, അതാണ് 3 കാറ്റഗറിയിലും പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണോ കളറ്, ആ കളർ കോഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് പിന്നെ ഉടനടി നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു ടേബിൾ വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ബാഗൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കുക. അടുത്ത കാര്യം പറയുന്നത് നോക്കി, if that suspected person attempt to leave the building prior to the arrival of security officers, do attempt to stall the person in many way possible. അല്ലെ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ വരുന്നതിന് മുൻപ് ഈ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തി ലീവ് ചെയ്യാൻ പോലെയാണ്, മീൻസ് ഓടിപ്പോകാൻ നോക്കിയാണെങ്കിൽ ആ വ്യക്തിയെ തടയാൻ ശ്രമിക്കണമെന്ന്. ചിലപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു ഇപ്പൊ ഒരു ബാഗായിട്ട് ഒരു ആള് പോയിട്ടുണ്ടാകും, അപ്പൊ നമ്മൾ ആളെ ചെക്ക് ചെയ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥനെ വിളിച്ചറിയിച്ചേക്കാണ് ഇങ്ങനൊരാള് ബാഗായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാ, പെട്ടെന്ന് ഓടാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളെ തടഞ്ഞു നിർത്തണം എന്ന്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു, ആ പേഴ്സണെ പോകാനായിട്ട് അനുവദിക്കരുത്, തടഞ്ഞു നിർത്തുക. Then if the person does get into the vehicle, get a good description of the vehicle and vehicle number. ഇനി നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടും ഈ ആ ഒരു വ്യക്തി ഓടി പോവുകയാണെങ്കിൽ, അയാൾ ഓടി ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറി പോവുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ നമ്പറും മറ്റും നോട്ട് ചെയ്ത് വെക്കുക. ആളെ നമുക്ക് ട്രേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആ വണ്ടിയുടെ നമ്പറും മറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയുമാണ് കോഡ് പിങ്കില് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ, എന്താണ് പിങ്ക് കോഡ് പറയുന്നത്? എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ? ക്ലിയർ ആണോ കോഡ് പിങ്ക്? ജസ്റ്റ് അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അതിന്റെ കാര്യം സിമ്പിൾ ആക്കി പറഞ്ഞു തന്നെയാണ് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ സിനിമകളിലും മറ്റും കാണുന്ന കാര്യങ്ങളല്ലേ, ഇങ്ങനെ ബാഗ് കൊണ്ട് പോകുക, പിടിക്കുക, നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കളർ കോഡ് കൂടി വായിച്ചിട്ട് നമുക്കൊന്ന് വായിക്കാം കേട്ടോ. 3 കളർ കോഡ് കഴിയുമ്പോൾ ഒന്ന് വായിക്കാം. നെക്സ്റ്റ് കളർ കോഡ് പറയുന്നത് കോഡ് ഓറഞ്ച്. ഓറഞ്ച് കളർ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഹസാർഡ്സ് മെറ്റീരിയൽ spill such as chemical spill, mercury spill, gas leak, hazardous drug spill, etc. അല്ലെ, അതായത് കെമിക്കൽസ് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒത്തിരി കെമിക്കൽസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ലബോറട്ടറിയിലും മറ്റുമായിട്ട് ഒത്തിരി കെമിക്കൽസുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ.
ദാറ്റ് ഈസ് സ്പില്ലുകൾ, സ്പില്ലേജ് വേസ്റ്റുകള്. നമ്മൾ പഠിച്ചിട്ടില്ലേ നിങ്ങൾ സ്പില്ലേജ് വേസ്റ്റില്? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞതിൽ ഈ ചാപ്റ്റർ ഒക്കെ എടുത്ത് സ്പില്ലേജ് വേസ്റ്റ് അവിടെ നമ്മൾ പഠിച്ചു ചോർച്ചയും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ സ്പിൽ, മെർക്കുറി സ്പിൽ, ഗ്യാസ് ലീക്കേജസ്, ഹസാർഡ്സ്, ഡ്രഗ് സ്പിൽ എക്സെട്ര, സ്പില്ലേജ് വേസ്റ്റുകൾ അല്ലെങ്കിൽ സ്പില്ലേജസുകൾ, ഇങ്ങനെ ചോർച്ചകൾ, അതാണ് കോഡ് ഓറഞ്ച് ഡിനോട്ട് ചെയ്യുന്നത്. Then hazardous material spill requires immediate attention to prevent contamination of the environment. അല്ലെ, ഹസാർഡ്സ് മെറ്റീരിയൽ നമ്മളുടെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു, പ്രകൃതിയും കൂടി നമ്മളത് എൻവയോൺമെന്റിനെയും കൂടി അത് കണ്ടാമിനേറ്റ് ചെയ്യുന്നു. Then if the spill is in your work area, remove the people, patients from the area immediately. അല്ലെ, അപ്പൊ എവിടെയാണോ ഇങ്ങനെയുള്ള ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്നും എന്ത് ചെയ്യാം, പേഷ്യൻസിനെയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യുക. കോഡ് ഓപ്പറേറ്റർ ടു ഇനിഷ്യേറ്റ് കോഡ് ഓറഞ്ച്, ഓപ്പറേറ്ററെ വിളിച്ച് വിവരം അറിയിക്കുക, കോഡ് ഓറഞ്ച് എന്ന് എല്ലാവരെയും വിവരം അറിയിക്കുക. അപ്പോൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് ആരും പ്രവേശിക്കാൻ പാടില്ല. ദെൻ ഇനി എന്താണ് ചെയ്യുന്നത് നോക്കാം. അലേർട്ട് അതേഴ്സ് ഇൻ അതർ ഏരിയ, മറ്റുള്ളവർക്ക് ആ പ്രദേശത്തുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ആ ഏരിയയിൽ ഇപ്പോ ഏത് ഏരിയ, ഇപ്പോ ലബോറട്ടറിയിലാണോ അങ്ങനെ എന്തെങ്കിലും സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് വരുന്ന ഏരിയകൾക്ക് ഒരു ഇൻഫോർമേഷൻസ് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻസ് കൊടുക്കുക. Then confine the spill if possible to do it safely. Then cordon off the area and post warning signs. Do not attempt to clean up any spill without appropriate PPE. അല്ലെ, അപ്പൊ ഇങ്ങനെ സ്പില്ലേജ് വേസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് സുരക്ഷിതമായിട്ട് പരിമിതപ്പെട്ട് അവിടെ മീൻസ് ആ പ്രദേശം വളയുക, അതായത് പുറത്തുനിന്ന് ആരെയും അങ്ങോട്ട് പ്രവേശനം അനുവദിക്കാൻ പാടില്ല. Do not attempt to clean. ഇനി അങ്ങനെ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് PPP ഇല്ലാതെ വരാൻ പാടില്ല. PPP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഴ്സണൽ PPP. എന്താണ് PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇല്ലാതെ ഈ ഏരിയകൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നില്ലേ സ്പില്ലേജ് വേസ്റ്റിലും ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ പഠിച്ചോ? എങ്ങനെയാണ് അവർക്കൊരു സ്റ്റാഫുകളൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, സോ അപ്പോ PPP ധരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഒരു ഏരിയ അവര് ക്ലീൻ ചെയ്യുവാൻ. ദെൻ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന്, അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾ ഇൻ ദ ഏരിയ. Then during the cleanup procedure, if the skin is contaminated, wash the area with the soap and water for at least 5 minutes. ഇനി നമ്മളുടെ മേത്തോ എന്തെങ്കിലും എല്ലാം മീൻസ് ലീക്കേജസ് തെറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, കെമിക്കൽസ് ഒക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ 5 minutes നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. Then shower thoroughly. Notify ICN nursing supervisor, CMO if an accidental exposure occurs. Seek medical help immediately. Then ICN നഴ്സിനെയോ അല്ലെങ്കിൽ ICN വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നഴ്സിംഗ് അതോറിറ്റി ഇല്ലേ നമ്മളുടെ, ആ ഒരു നഴ്സിനെയും അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസറെയും വിവരം അറിയിക്കുക. ഇനി എന്തെങ്കിലും മെഡിക്കൽ ഹെൽപ്പ്, ഗുരുതരമായിട്ട് വല്ല പൊള്ളലുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മെഡിക്കൽ മീൻസ് എന്തെങ്കിലും ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് കോഡ് ഓറഞ്ചിൽ പറയുന്നത്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റുകളോ അല്ലെങ്കിൽ മെർക്കുറി, ഗ്യാസ് ലീക്കേജസ് ഒക്കെയാണ് കോഡ് ഓറഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യണമെങ്കിൽ PPP ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ദെൻ സോപ്പ് ഉപയോഗിച്ച് 5 minutes വാഷ് ചെയ്യുക. ആ ഒരു ഏരിയയിൽ നിന്നും മറ്റുള്ളവരെയൊക്കെ മാറ്റുക. വേറെ ആരും ആ ഒരു ഏരിയയിലോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. ക്ലിയർ ആണോ കോഡ് ഓറഞ്ച്? ക്ലിയർ ആണോ? നിങ്ങൾ ക്ലാസ്സിൽ ഇല്ല, ആരും ഒരു റെസ്പോൺസ് ഇല്ലല്ലോ, എന്ത് പറ്റി? ഓക്കെ, പറയുന്നത് ക്ലിയർ ആണോ? ഞാൻ മാക്സിമം അത് മനസ്സിലാകുന്ന രീതിയിലോട്ടാണ് ഷോർട്ടാക്കി പറയുന്നത്. പിന്നെ എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നല്ലേ ഞാൻ ഗ്രഹിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കളർ കോഡ്, കോഡ് ബ്ലൂ. വായിക്കാൻ സമയം തരാട്ടോ, ടീച്ചർ പെട്ടെന്ന് എടുത്തു പോകുന്നത് എനിക്കറിയാം. വായിക്കാൻ സമയം തരാട്ടോ, ഇതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വായിക്കാം. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ടീച്ചർ റിപ്പീറ്റ് എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഭയങ്കര സ്പീഡാണോ?
ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മതി. നമ്മൾ കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ. ദെൻ കോഡ് ബ്ലൂ അടുത്ത കളർ കോഡാണ് കോഡ് ബ്ലൂ. എന്താണ് ഈ കോഡ് ബ്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് അല്ലെ? ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു മീൻസ് കാർഡിയാക് ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള കേസസുകളൊക്കെ വരുന്നതാണ് കോഡ് ബ്ലൂ. ഓക്കെ. കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്. അപ്പോ എന്തൊക്കെയാണ് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്? റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ. എമർജൻസി ഓപ്പറേറ്റർ ഡയൽ ചെയ്യുക. നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 6664 എന്ന് പറഞ്ഞ നമ്പറിൽ എമർജൻസി ഓപ്പറേറ്റർ വിളിക്കുക. ബിഗിൻ CPR ആൻഡ് ACLS. CPR കൊടുക്കുക പേഷ്യൻസിന്, ACLS ഒക്കെ നൽകുക അല്ലെ? CPR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫുൾ ഫോം? ഇതൊക്കെ പഠിച്ചതാണ്, അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. CPR എന്തായിരുന്നു ഫുൾ ഫോം? ഇനി അറിയാത്തവരുണ്ടോ? CPR കാർഡിയോ പൾമണറി റെസൂസിയേഷൻ അറിയാലോ? എഴുതണോ? എഴുതിയെടുക്കണമെങ്കിൽ ജസ്റ്റ് എഴുതിയെടുക്കാം കേട്ടോ. കാർഡിയോ പൾമണറി റെസൂസിയേഷൻ അറിയാം. ഓക്കെ. ACLS എന്താണ്? ACLS അഡ്വാൻസ്ഡ് കാർഡിയോവസ്കുലർ ലൈഫ് സപ്പോർട്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ റിമൂവ് വിസിറ്റേഴ്സ് ഫ്രം ദ ഏരിയ. വിസിറ്റേഴ്സിനെ നമ്മൾ അവിടുന്നൊക്കെ റിമൂവ് ചെയ്യുക. ആൾക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ശ്വാസം കിട്ടണ്ടേ? അപ്പൊ വിസിറ്റേഴ്സിനൊന്നും അലൗഡ് ചെയ്യാൻ പാടില്ല. ദെൻ ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് CPR കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത്? അത് അതുപോലെ തന്നെ പോളിസീസും പ്രൊസീജിയേഴ്സും പാലിക്കുക. സെൻഡ് ഫ്ലിബറ്റോമി ആൻഡ് ECG സർവീസ് അല്ലെ? ഫ്ലിബറ്റോമി എന്താണ്? നമ്മളുടെ ഫ്ലിബറ്റോമിസ്റ്റ് ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ടോ? ഫ്ലിബറ്റോമി മീൻസ് എന്തെങ്കിലും നമ്മൾ ഇപ്പോ അളക്കാനും എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അയക്കുകയാണ്. ദെൻ ECG കൊടുക്കുക. ECG കൊടുത്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ്, അവർക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ resume normal operations. Only designated teams members will respond to the CPR area അല്ലെ? അപ്പോ അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം CPR നൽകുന്ന ഏരിയയിലോട്ട് പ്രവേശനം പാടുള്ളൂ. ചെറിയ പോയിന്റ് ആണ്, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അതായത് കോഡ് ബ്ലൂ ഉദ്ദേശിക്കുന്നത് കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് ആണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള കേസസ് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എമർജൻസി ഓപ്പറേറ്റർ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് CPR ഒക്കെ കൊടുക്കുക. CPR കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ECG മറ്റും സർവീസസ് കൊടുക്കുക. CPR കൊടുക്കുന്ന ഏരിയയിൽ മറ്റാരെയും അലൗഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കുറെ ആയല്ലോ, വായിക്കാനായിട്ട് ടൈം തന്നില്ല. വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒറ്റ നോട്ടത്തിലൊന്ന് വായിക്കാം കേട്ടോ. മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആ കളർ കോഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, ദെൻ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് കളർ കോഡ് നോക്കാം കേട്ടോ. കോഡ് യെല്ലോ. Code yellow major. An external disaster has occurred. The hospital will be receiving patients in excess normal. അല്ലെ? കോഡ് യെല്ലോ, അതായത് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് ഒരു ദുരന്തം കഴിഞ്ഞു അല്ലെ, ഒരു ബാഹ്യ ദുരന്തം, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്നത്. അതാണ് കോഡ് യെല്ലോ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലഡ് ഉണ്ടായി അല്ലെ, 2018 ഫ്ലഡ് ഉണ്ടായത് ഓർക്കുന്നുണ്ടോ? വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വയനാട് ദുരന്തം പറയാം അല്ലെ. അപ്പൊ ആ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ഒരു എക്സസീവ് ആണ്, നോർമൽ വരുന്ന ഒരു പേഷ്യൻസിന്റെ എണ്ണമായിരിക്കോ? ആണോ? നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ഒരു പേഷ്യൻസിന്റെ കടന്നുവരവ് അല്ലെ. ഒത്തിരി ഒരു ദുരന്തം കഴിയുമ്പോൾ അറിയാലോ, ഹോസ്പിറ്റലുകളിൽ ഒത്തിരി പേഷ്യൻസുകൾ വരാറുണ്ട് അല്ലെ. ദുരന്തത്തിൽ അകപ്പെട്ടു പോയ പേഷ്യൻസുകൾ, എക്സസീവ് നോർമലിനേക്കാളും കൂടുതലായിട്ട് പേഷ്യൻസ് വരുന്നത്. അതിനെയാണ് കോഡ് യെല്ലോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരു ദുരന്തം കഴിഞ്ഞു എക്സസീവ് ആയിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത്. ദെൻ ഇനി അപ്പോ ആ ഒരു ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്? ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻ മാനുവൽ അപ്പോൺ ലേണിംഗ് ഓഫ് ആൻ അലർട്ട്. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ആക്ടിവേറ്റ് ദെയർ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ പ്ലാൻ ആസ് ഔട്ട്ലൈൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ എമർജൻസി പ്രൊസീജിയേഴ്സ് മാനുവൽ. അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു ബാഹ്യ ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ എമർജൻസി പ്ലാൻ പിന്തുടരുക. മീൻസ് അടിയന്തര സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ ദുരന്ത പദ്ധതികളൊക്കെ, ഡിസാസ്റ്റർ പ്ലാനുകൾ ആവിഷ്കരിക്കുക. ദെൻ CMOന് റിപ്പോർട്ട് ചെയ്യുക, ഇത്ര പേഷ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. ദെൻ അപ്പൊ അതനുസരിച്ചിട്ട് നഴ്സുകളുടെയും സ്റ്റാഫുകളൊക്കെ ആവശ്യമാണ്. സോ ദുരന്ത നിവാരണ പദ്ധതികൾ ഫോളോ ചെയ്യുക. ചെക്ക് ഓവർ ഓൾ status of the emergency department such as facility. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. കാരണം നോർമൽ വരുന്ന പേഷ്യൻസിനേക്കാളും ഡബിൾ ആയിട്ടാണ് പേഷ്യൻസ് വരുന്നത് അല്ലെ, എക്സസീവ് ആയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. സോ അതിനുള്ള സൗകര്യങ്ങൾ, ഇപ്പൊ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്റ്റോർ ചെയ്തതിനേക്കാളും അധികം പേഷ്യന്റ് ആണ് അവിടെ അന്നത്തെ ദിവസം വരുന്നത്. സോ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഓവറോൾ സ്റ്റാറ്റസ്, ഫെസിലിറ്റികൾ, സപ്ലൈസ് ആൻഡ് ആക്സസ്, സ്റ്റാഫിങ്ങുകൾ ഉണ്ടോ, ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടോ, ദെൻ മെഡിസിൻസുകൾ ഉണ്ടോ, ഫെസിലിറ്റികളൊക്കെ ഉണ്ടോ എന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക. നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്റർ, ഇൻചാർജ് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സെൻഡ് എക്സ്ട്രാ സ്റ്റാഫ് ടു ദ ERP. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. ഈ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ എമർജൻസി വിഭാഗത്തിലോട്ട് വരുന്ന പേഷ്യൻസുകളാണ് അല്ലെ. അപ്പൊ എമർജൻസി വിഭാഗത്തിൽ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ കൊണ്ടുവരിക. ദെൻ അടുത്തതായിട്ട് പറയുന്നത്, as designated staff arrives, each person with a role in the emergency manual plan will receive a job action sheet. അല്ലെ? അപ്പോ ജീവനക്കാർ എത്തുമ്പോൾ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് സ്റ്റാഫുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ വരികയാണ് അല്ലെ. അപ്പോൾ എമർജൻസിയിലോട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്റ്റാഫുകൾ എത്തുമ്പോൾ മാനുവൽ പ്ലാൻ, അവർക്ക് ഏത് രീതിയിലൊക്കെയാണ് സ്റ്റാഫുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിൽക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഓരോ വ്യക്തിക്കും ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ലഭിക്കുന്നു. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസിനെ അവരെ കീപ്പ് ചെയ്യണം, നോക്കണം എന്നൊക്കെ ഒരു ജോബ് ആക്ഷൻ ഷീറ്റ്. All other on-duty staff not otherwise assigned to ER position should remain in their department. ബാക്കി സ്റ്റാഫുകൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നോർമൽ പ്രവർത്തനങ്ങൾ ചെയ്യാന്ന്. ഈ എമർജൻസി പ്ലാനിലോട്ട്, അതായത് ദുരന്തം കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസിനെ നോക്കാൻ വരുന്ന സ്റ്റാഫുകൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഷീറ്റ് കൊടുക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അവർക്ക് അടിയന്തര പ്രോസസ്സും കാര്യങ്ങളും ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുക, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റുകൾ നൽകുക എന്നൊക്കെ ഉള്ള ഒരു ആക്ഷൻ ഷീറ്റ് പ്ലാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് വേണം ആ സ്റ്റാഫുകൾ പെരുമാറാൻ. ബാക്കി സ്റ്റാഫുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരവരുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ നോർമൽ ഓപ്പറേഷൻസിൽ തന്നെ അവരുടെ ജോലികൾ പൂർത്തീകരിക്കുക. ഓക്കെ, ഇതാണ് യെല്ലോ ഉദ്ദേശിക്കുന്നത്. യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാഹ്യ ദുരന്തം കഴിഞ്ഞ് എക്സസീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്നത്. ക്ലിയർ ആണോ? യെല്ലോ കോഡ് ക്ലിയർ ആണോ? നമ്മൾ ഫ്ലഡ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്ന ഒരു അവസ്ഥ, എക്സാമ്പിൾ ഇപ്പോ വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പേഷ്യൻസ് നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം പേഷ്യൻസ് ആയിരിക്കും അന്നേ ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ.
അപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മെഡിസിൻസുകളൊക്കെ ഉണ്ടോ, സ്റ്റാഫുകള് ആവശ്യത്തിനായിട്ടുള്ള സ്റ്റാഫുകളെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് കോഡ് യെല്ലോ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് വൺ കോഡ് വയലറ്റ്. വയലറ്റ് കോഡ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. Assistance is needed with an out of control patient individuals. അതായത് രോഗികൾക്ക് സഹായം ആവശ്യമായിട്ട് വരുന്നു, മീൻസ് ഒരു ഹെൽപ്പ് വേണം. ഇതിനെയാണ് നമ്മൾ കോഡ് വയലറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു പേഷ്യന്റിന് ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം. ഓക്കെ, അതാണ് കോഡ് വയലറ്റ്. സഹായം ആവശ്യമായി വരിക രോഗികൾക്ക്. മലയാളത്തിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ആ കോഡ് വയലറ്റിന്റെ താഴെ ഒന്ന് എഴുതി വെക്കുക. ഇത് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ രോഗികൾക്ക് സഹായം ആവശ്യമായി വരുന്നു ആ ഒരു സിറ്റുവേഷൻ. A code violet should not be activated where a gun or weapon by may be involved. അല്ലെ, അതായത് ഇപ്പോ ഗണ്ണോ അല്ലെങ്കിൽ വെപ്പൺസ് ആയുധങ്ങളോ മറ്റോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ വരില്ലേ ഹോസ്പിറ്റലില്, മീൻസ് എന്തെങ്കിലും എന്താ പറയാ, മീൻസ് ചിലപ്പോ തീവ്രവാദികളോ അങ്ങനെ എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ വരില്ലേ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഒരു സിറ്റുവേഷൻസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. Dial emergency number to initiate a code violet and report the location. Contact security and nursing supervisor immediately. അല്ലേ, അതായത് കോഡ് വയലറ്റ് ഒന്ന് അലേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എമർജൻസി നമ്പറിലോട്ട് ഡയൽ ചെയ്യുക. സെക്യൂരിറ്റി, നഴ്സിംഗ് സൂപ്പർവൈസറെയൊക്കെ ഉടനടി വിവരം അറിയിക്കുക. Then do not attempt to control the out of control individuals. ഇങ്ങനെയുള്ള വ്യക്തികളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും, അല്ലെ, വെപ്പൺസുകളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. സെക്യൂരിറ്റി വിൽ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ ഫോർ റെസ്പോണ്ടിങ് പേഴ്സണൽ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് റിക്വയർഡ്. സെക്യൂരിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. അല്ലാതെ സ്വയം ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെയുള്ള പേഴ്സൺസിനെ തടയാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും പാടില്ല. Then do not confront the individuals with a weapon. അല്ലെ, ആയുധം ഉപയോഗിച്ചിട്ട് വ്യക്തികളെ നമ്മൾ നേരിടാൻ പാടില്ല. അതായത് ഇങ്ങനെ വല്ല തീവ്രവാദികളോ, എക്സാമ്പിൾ പറയണമെങ്കിൽ CID മൂസ ഫിലിം കണ്ടിട്ടുണ്ടോ? ആ ഫിലിമില് ഇതുപോലെ വെപ്പണോ മറ്റും CMO അടക്കം അല്ലെ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നുഴഞ്ഞുകയറ്റക്കാര് അല്ലെ വരില്ലേ, മീൻസ് CM ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോ വരില്ലേ. അപ്പോ ആ ഹോസ്പിറ്റലിൽ മൊത്തം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബോംബുണ്ട് അല്ലെങ്കിൽ അല്ലെ തോക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ കോഡ് വയലറ്റ് ക്ലിയർ ആയോ കോഡ് വയലറ്റ്? ഓക്കെ, then next one കോഡ് ബ്രൗൺ. ബ്രൗൺ കോഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. An adult patient is missing, lost or abducted from the hospital. കോഡ് പിങ്ക് നമ്മൾ പറഞ്ഞു ഇൻഫന്റിനെ മിസ് ആവുന്ന കേസാണ് കോഡ് പിങ്ക്. അതുപോലെ തന്നെയാണ് കോഡ് ബ്രൗൺ. ബ്രൗൺ എന്ന് പറഞ്ഞാൽ അഡൾട്ട് പേഷ്യന്റ്, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള പേഷ്യന്റിനെ മിസ്സിംഗ് ആവുകയോ അല്ലെങ്കിൽ ഒളിച്ചോടി പോകുക എന്നൊക്കെ പറയാം. അതായത് ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ. സംശയം തോന്നിയാൽ കേട്ടോ നോക്കാം. ഇനി when a patient is missing from a patient care unit, ആ പേഷ്യന്റ് കെയർ യൂണിറ്റിൽ നിന്നും ഒരു പ്രായപൂർത്തിയായിട്ടുള്ള പേഷ്യന്റിനെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ആൻഡ് ഇറ്റ് ഈസ് സസ്പെക്ടഡ് ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് എലോപ്റ്റഡ്. മീൻസ് സസ്പെക്ടഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടി പോയതോ അല്ലെങ്കിൽ പേഷ്യന്റിനെ വല്ല തട്ടിക്കൊണ്ട് പോകുന്നതോ, മീൻസ് അങ്ങനെ ഒരു സംശയം തോന്നിയാൽ കോണ്ടാക്ട് എ യൂണിറ്റ് സെർച്ച്. ആ യൂണിറ്റ് മൊത്തം സെർച്ച് ചെയ്യാം. ഇഫ് ദ പേഷ്യന്റ് ഡസ് നോട്ട് റിട്ടേൺ ask the operator to initiate the code brown. അല്ലെ, പേഷ്യന്റിനെ കാണാനില്ല, ചിലപ്പോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നതാകാം, മിസ്സിംഗ് കേസ് ആയിരിക്കാം, അല്ലെ, ചിലപ്പോ ആള് പോയതായിരിക്കാം. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ആ ഭാഗം മൊത്തം സെർച്ച് ചെയ്യുക. അല്ലെ, പേഷ്യന്റ് അവിടെ വിലോടുത്തുണ്ടോ എന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. ദെൻ തിരച്ചിൽ നടത്തി ആള് തിരിച്ചെത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മള്
ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ്, ക്ലോത്തിങ്, മോൺ, അയാൾ ധരിച്ചിരിക്കുന്ന സെക്യൂരിറ്റിയോട് വിവരം അറിയിക്കുക. ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ ഈ കാണാതാകുമ്പോ പത്രത്തിൽ പരസ്യം കാണാറില്ലേ, കാണുവാനില്ല, എന്നിട്ട് ആള് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇത്ര പൊക്കം ഇത്ര ഉയരം എന്നൊക്കെ പറഞ്ഞ് എഴുതാറില്ലേ, ഉണ്ടോ? വായിച്ചിട്ടില്ലേ പത്രങ്ങളിലും മറ്റും അല്ലേ? അപ്പൊ അതുപോലെ പേഷ്യന്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന്, അതായത് ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ്, ലാസ്റ്റ് എപ്പോഴാണ് കണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുക. ദെൻ നമ്മള് ഗസ്റ്റ് റിലേഷൻ മാനേജർ PRO PROനെയൊക്കെ വിവരം അറിയിക്കുക. Then notify patient attending physician and staff on call. Notify nursing supervisor on duty. Notify family as appropriate. അപ്പോ അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ വിവരം അറിയിക്കുക, സൂപ്പർവൈസറെ വിവരം അറിയിക്കുക, അതുപോലെ തന്നെ ഉചിതമായിട്ടുള്ള രീതിയിൽ അവരുടെ ഫാമിലിനെ അറിയിക്കുക. ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷനെയും മറ്റും ബന്ധപ്പെടുക, ഇനി ഒരാൾ ഇവിടെ മിസ്സിംഗ് ആണെന്നുള്ളത് അറിയിക്കുക. Then social work nursing staff will assist the patient's family members and the staff during crisis. Upon the locating the patient, notify in charge nurse and nursing supervisor that the patient has been located and describe the patient's status. അതായത് നമ്മള് സാമൂഹികമായിട്ട് രോഗിയുടെ കുടുംബാംഗങ്ങളെയും ജീവനക്കാരെയും ഒരു ക്രൈസിസ് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെ ഒരാളെ മിസ്സായി പോയേക്കാണ്, അപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സ് സ്വാഭാവികമായിട്ടും ഒരു പ്രതിസന്ധി ഘട്ടമായിരിക്കും അല്ലെ, നോർമലി അവർ ഇമോഷണൽ ആയിട്ടുള്ള ടൈം ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, രോഗിയെ ഇൻചാർജ് നഴ്സിനെയും മറ്റും എന്ത് ചെയ്യുക, അവരൊന്ന് സഹായിക്കാന്ന്, മീൻസ് ഓക്കെ ആകും നമുക്ക് കണ്ടെത്താവുന്ന രീതിയിൽ ആ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുക. ദെൻ നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുക. The nursing supervisor will notify administrator. Nursing supervisor മറ്റ് administrator മറ്റും വിവരം അറിയിക്കുക. Then the in-charge nurse will contact the attending physician or on-call house staff and the patient has returned to the unit. Patient അപ്പൊ തിരിച്ചു വരികയാണ്, നമ്മൾ ഈ തിരിച്ചിലിനൊടുവിൽ പേഷ്യന്റ് റിട്ടേൺ ചെയ്തു, ആ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതും എന്ത് ചെയ്യുക, ഫിസിഷ്യനെ അറിയിക്കുക. ദെൻ ഇൻചാർജ് സ്റ്റാഫിനെയും മറ്റ് അഡ്മിനിസ്ട്രേറ്ററെയും വിവരം അറിയിക്കുക. ഓക്കെ, മിസ്സാവുന്ന ഒരു കേസാണ് അവിടെ പറയുന്നത്. കോഡ് ബ്രൗൺ സൂചിപ്പിക്കുന്നത് അഡൾട്ട് ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പേഷ്യന്റിനെ മിസ്സാവുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എവിടം വരെയാണ് നമ്മൾ വായിച്ചത്? കോഡ് ബ്ലൂ വരെ അല്ലേ? ഓക്കെ, കോഡ് യെല്ലോ നോക്കാം. യെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. ദെൻ കോഡ് വയലറ്റ് പറയുന്നത് നമ്മുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ വരുന്നത്, ഒരു പേഷ്യന്റിന് ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നത്. കോഡ് ബ്രൗൺ പറയുന്നത് അഡൾട്ട് പേഷ്യന്റിനെ മിസ് ആവുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അഴിച്ചോ ടേബിള്? ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ടേബിൾ ആണ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ടേബിൾ ഓക്കെ ആണോ? അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയോ ടേബിള്? ഇപ്പൊ ടേബിളിൽ നിങ്ങളെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആ കളർ കോഡും പഠിക്കുക. അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അതാണ് അതിന്റെ മെയിൻ ചോദിക്കാറ്. പ്രീവിയസിലൊക്കെ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ കളർ കോഡും അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു അത് എല്ലാം ബൈഹാർട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ സ്വയം ഒരു ചെറിയ നോട്ട് തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോ കോഡും കളർ കോഡുകൾ എഴുതാം, ഡിസാസ്റ്റർ ഹെഡിങ് കൊടുക്കുക, എന്നിട്ടൊരു ടേബിൾ വരയ്ക്കുക. കളർ 2 ടേബിൾ മതി അല്ലെ? അതായത് കളറും കളർ കോഡും അത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്. അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം ഒരു ചെറിയ നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഒരു വലിയ ടേബിളിൽ നമ്മുടേതായ രീതിയിൽ ചെറുതാക്കി എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി പോർഷൻസ് ടീച്ചർ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പെൻഡിങ് കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യ മിസ് എടുത്തൊരു ചാപ്റ്റർ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക് അല്ലെ? ഇത് ഓൾറെഡി ശരണ്യ മാം എടുത്തു വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മാം നല്ല ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നാണ് അല്ലെ? എടുത്തിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അല്ലെ? നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ടേബിളിന്റെ അതാണ് ഞാൻ പറഞ്ഞത്, പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇതിപ്പോ നോട്ട്സ് തരാനോ അല്ലെങ്കിൽ ബാക്കി പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആക്കണ്ടേ? അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിക്കുക. അതായത് കളർ കോഡും അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ഒരു നോട്ട് ടേബിള് തയ്യാറാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം എളുപ്പമായി. ബാക്കി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്നുള്ളൊരു ചാപ്റ്റർ ശരണ്യ മാം എടുത്തിട്ടുണ്ട് ഓൾറെഡി. എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ടോ? പറ നിങ്ങൾക്കെല്ലാം എടുത്തേക്കണം മിസ്. എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇവിടെ തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാലോ. ബാക്കി നാളത്തെ ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ അതില് ആദ്യം വരുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR ആണ്. EHR നമുക്കറിയാലോ. എന്താണ് EHR കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്ത് റെക്കോർഡിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് EHR എന്ന് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഫോം അറിയാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെ? അപ്പോ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാലോ. ഞാൻ വായിച്ചിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾ അടയാളപ്പെടുത്തുക, മനസ്സിലാക്കി തരാം കേട്ടോ. ജസ്റ്റ് വായിക്കുന്നേളെ, എന്നിട്ട് അതിന്റെ ഒരു കൺസെപ്റ്റ് പറയാം. അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങളും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Electronic health record, that is EHR, is systematized body of patients and population electronically recorded health information in a digital format. Underline ചെയ്യാം കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതായത് പേഷ്യൻസിന്റെ അതായത് ഒരു ഡിജിറ്റൽ ഫോർമാറ്റില് രോഗികളുടെ വിവരങ്ങളും ആ ഫോർമാറ്റുകളും പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിലും പോപ്പുലേഷൻ മീൻസ് ജനസംഖ്യ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഇൻഫോർമേഷൻസ് ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ EHR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Then നോക്കാം, these records can be shared across different healthcare settings. Records are shared through network connected enterprises, wide information system or other information network and exchanges. അല്ലെ? ഈ ഇൻഫോർമേഷൻസ് നമുക്ക് പല രീതിയിലും കണക്ട് ചെയ്യാം അല്ലെ? നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ദെൻ നെറ്റ്വർക്ക് കണക്ഷനുകൾ നമുക്ക് ഉപയോഗിക്കാം. ആരോഗ്യ പരിപാലനത്തിൽ ഹെൽത്ത് കെയറിൽ ഉടനീളം നമുക്കത് ഷെയർ ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മള് ഹെൽത്ത് ലബോറട്ടറിയിൽ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തു, ആ റിപ്പോർട്ട് നമുക്ക് നേരെ ഡോക്ടറിന്റെ റൂമിലേക്കുള്ള സിസ്റ്റത്തിലോട്ട് അത് മീൻസ് മെയിൽ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ലബോറട്ടറിയിൽ നിന്നും റിസൾട്ട് വരാറില്ലേ? റിസൾട്ട് അപ്പൊ തന്നെ ഡയറക്ട്ലി ഡോക്ടറിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് വന്നു കഴിഞ്ഞു അല്ലെ? അപ്പൊ അത് പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ചെയ്യാം.
EHR may consist of underline ചെയ്യാട്ടോ. EHR എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? EHR may consist of range of data that includes demographics, medical history, medications and allergies, immunization status, കുത്തിവയ്പ്പുകളൊക്കെ. Then laboratory test result, radiology images, vital signs, personal statistics such as age and weight and billing information. Underline ചെയ്യാം. EHR ൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇല്ലേ, ഡാറ്റ ഉൾപ്പെടുത്തും. Then demographics, ജനസംഖ്യ ഡീറ്റെയിൽസുകൾ, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ, റേഡിയോ ഇമേജസുകൾ, അല്ലെ, പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏജ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫോർമേഷൻസ് എക്സെട്ര. ഓക്കെ, ഈ പാരഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ടൈം ആയി, കുഴപ്പമില്ലല്ലോ. ഒരു 2 minutes കുഴപ്പമുണ്ടോ? 2 minutes കൂടി ഒന്ന് ഇരിക്കാലോ. ഈ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, then for several എളുപ്പമാണ്, സിമ്പിൾ ആണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. For several decades, electronic health record have been evaluated as key to enhancing quality care. അല്ലെ, നമുക്കറിയാം ഇന്നത്തെ ഒരു നിരവധി കാലങ്ങളായിട്ട് ഗുണനിലവാരമായിട്ടുള്ള ഒരു പരിചരണം നൽകുന്നതിന് EHR എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അല്ലെ, ഇന്നെല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള EHR-കൾ ഉപയോഗിച്ചു വരുന്നു. Electronic health record are used for other reasons than charting for patient. Today, providers are using data from patient records to enhance quality outcomes by means of their care management programs. അല്ലെ, അതുപോലെ തന്നെ രോഗിയുടെ ചാർട്ടിങ്, രോഗിയെ സംബന്ധിച്ചിട്ടുള്ള ചാർട്ടിങ് കൂടാതെ മറ്റ് ഒട്ടനവധി ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഈ ഒരു EHR വഴി ചെയ്യുന്നു. EHR combines all patient demographic into a large pool and uses this information to help with the creation of new treatment or innovation healthcare delivery, which overall improves the goals in the healthcare. അതായത് മീൻസ് പ്രൊവൈഡേഴ്സ്, നമ്മൾക്ക് കെയർ തരുന്ന പ്രൊവൈഡേഴ്സ്, ഹോസ്പിറ്റലിലെ പ്രൊവൈഡേഴ്സ് EHR-നെ പലതരത്തിലും, അതായത് ഡെമോഗ്രഫിക്സ് മീൻസ് ജനസംഖ്യാപരമായിട്ടുള്ള കണക്കുകൾ എടുക്കാനും മറ്റ് ഒറ്റനവധി ആയിട്ടുള്ള കാര്യങ്ങൾ EHR വഴി ചെയ്യുന്നു. അതിലൂടെ ന്യൂ ട്രീറ്റ്മെന്റ്സ്, പുതിയ പുതിയ ഇന്നോവേഷൻസ്, അല്ലെ, പുതിയ പുതിയ നൂതനമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ രീതികളും പുതിയ പുതിയ ട്രീറ്റ്മെന്റുകളും ഇതിലൂടെയൊക്കെ അവർ സൃഷ്ടിക്കുന്നു. EHR can improve quality by using the data analytics to avoid hospitalization among high risk patients. Underline ചെയ്യാട്ടോ. EHR-നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി, ഡാറ്റയുടെ ക്വാളിറ്റി, നമ്മളൊരു ചാർട്ടിൽ എഴുതുന്നതിനേലും ബെറ്റർ ആയിട്ട് നമുക്ക് ഡാറ്റയുടെ ക്വാളിറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യാനും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ ചെയ്യാനും EHR വഴി സാധിക്കുന്നു. Then last paragraph നോക്കാം. EHR system are outlined to record and store data correctly and to capture the state of a patient over time. അല്ലെ, EHR സിസ്റ്റം വഴി നമുക്ക് കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ, അല്ലെ, തെറ്റുകളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാനും സാധിക്കുന്നു. Then it removes the need to trace down patient previous paper medical record and helps in ensuring data is up to date. ഇപ്പോ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള പഴയ മുൻപത്തെ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡാറ്റയിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകൾ, പുതിയ ഡാറ്റ അപ് ടു ഡേറ്റ് ചെയ്യാനും ഈ ഒരു മെഡിക്കൽ EHR-ലൂടെ നമുക്ക് സാധിക്കുന്നു. It also allows open communication between patient and provider, അല്ലെ, with providing privacy and security. പേഷ്യന്റും അല്ലെങ്കിൽ പ്രൊവൈഡറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷന് ഇത് സ്വാധീനിക്കുന്നു. അതായത് ഒരു പ്രൈവസിയും സെക്യൂരിറ്റി ഒക്കെ കിട്ടുന്നു. It can lessen the risk of data replication since there is only one modifiable file. അതായത് നമ്മൾ ഓൾറെഡി പഴയ കാലത്ത് ചാർട്ടുകളായിരുന്നു, അപ്പൊ ഫയലുകളൊക്കെ എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരാം, ചിലപ്പോൾ ഫയലിന് ഏതെങ്കിലും പേജസ് ഒക്കെ മിസ്സായിട്ടൊക്കെ പോകാം, അല്ലെ. സോ ഇവിടെ ആകുമ്പോൾ വേറെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അത് എന്താണ് നമുക്ക് റിസ്ക് ഒന്നും കൂടാതെ കൃത്യമായിട്ട് തന്നെ ഡാറ്റകൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. റിസ്കുകൾ കുറയ്ക്കാവുന്ന, പേപ്പറുകൾ മിസ്സാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അപ് ടു ഡേറ്റ് ചെയ്തെടുത്തത് കൊണ്ട്
കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. Because of digital information being searchable and in a single file. ഒരു സിംഗിൾ ഫയലായിട്ട് നമുക്ക് ഈസി ആയിട്ട് അല്ലെ എപ്പോ വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ അത് സെർച്ച് ചെയ്യാനൊക്കെ നമുക്ക് കൃത്യമായിട്ടും സാധിക്കുന്നു. Then more effective when taking an out medical data for examination of possible trends and long-term changes in a patient population-based studies of medical records may also be easier. The widespread adoption of EHR and EMRS, അതായത് ഇലക്ട്രിക്കൽ ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ വഴി വളരെ ഈസി ആയിട്ട് ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള് നമ്മൾ റെക്കോർഡുകൾ പഠനങ്ങൾ എളുപ്പമാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു EHR ഇലക്ട്രോണിക് ഹെൽത്ത് സിസ്റ്റം വഴി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതലായിട്ട് മിസ്റ്റേക്കുകളൊന്നും വരാതെ പേഷ്യൻസിന്റെ ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, എന്താണ് EHR എന്നൊന്ന് ഷോർട്ട് ആക്കി ഒന്ന് പഠിക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ പഠിക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ ചെയ്യും കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അടുത്തത് വരുന്നതേ പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് EHR കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡിന്റെ കാര്യമാണ്. അടുത്തത് പേപ്പർ ബേസ്ഡ് മീൻസ് പഴയ കാലങ്ങളിൽ നമ്മൾ ചാർട്ട് ബേസ് ചെയ്തില്ലേ അത്. ഇത് രണ്ടും ശരിക്കും ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി അടുത്ത സെക്ഷൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഓൾ.